ഇന്ന് നമ്മുടെ റെസിപ്പി കുറച്ച് പാലും അരിപ്പൊടിയും ഒരു ഏത്തപ്പഴവും കൊണ്ട് നല്ല ടേസ്റ്റിലൊരു ബനാന ഡിലൈറ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ നൈസ് പൊടി ഇല്ലെങ്കിലും നമ്മുടെ പുട്ടിൻ്റെ പൊടിയായാലും മതി. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇതേപോലെ സൈഡിലേക്കൊന്ന് അമർത്തി വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. വറുത്ത അരിപ്പൊടി കൊണ്ടൊന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇടിയപ്പത്തിന് കുഴക്കണ പോലെ ഇത്തിരി ലൂസായിട്ട് വേണം ഇത് കുഴക്കാനായിട്ട്. ഭയങ്കര ടൈറ്റായി പോകരുത്. ഇത്തിരി ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിരിക്കണം മാവ്. ഇനി അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്ത് ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ ഉരുട്ടിയതിന് ശേഷം ചെറിയ ബോളുകളാക്കി ഇതേപോലെ ഉരുട്ടിയെടുക്കുക. വളരെ സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ബോൾ ഉരുട്ടിയെടുക്കുക. ഇതേപോലെ കുഞ്ഞു മതി, അത്രയും ചെറുതാക്കി അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. ചെറുതാണെയാണ് നമ്മുടെ ഇതിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ വലിയ ഉണ്ട ഉണ്ടാക്കരുത്, ചെറിയ ഉണ്ടകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി സഹായിച്ച് നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ഇത്രയും ബോളുകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് പാല് തിളച്ച് വരട്ടെ. അപ്പോൾ പാല് പാടയിൽ കെട്ടാതെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പുഴുങ്ങിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് നേരിട്ട് ഇതിലേക്ക് ഇടരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പാലിൽ ഈ അരിപ്പൊടി കലർന്ന് നമുക്ക് ഇളക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ ഇത് കുറുകിപ്പോവും. അപ്പോൾ ഇതുപോലെ പുഴുങ്ങിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയേറ്റി വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇളക്കിയാലൊന്നും ഇത് കുഴഞ്ഞു പോകുകയില്ല, ഒരു തരി പൊട്ടു പോലുമില്ല. ഇതേപോലെ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യമായി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു പായസമല്ല, എന്നാലും അതിലേക്ക് കുറച്ച് പഞ്ചസാരയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചെറിയ തവിക്ക് ഒരു 1.5 തവി പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസത്തിൻ്റെ പോലെ അത്രയും മധുരം ഉണ്ടാകരുത്, അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് നമുക്കൊരു ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, ഈവനിങ്ങിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. നല്ലൊരു സമ്പൂർണ്ണ ആഹാരമായിട്ട് ഇതിനെ കണക്കാക്കാം. പാലുണ്ട്, അരിപ്പൊടി കൊണ്ടുള്ള ബോളുണ്ട്, ഇനി നമ്മൾ ഏത്തപ്പഴം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി കൊണ്ടുള്ള ഉണ്ടയിൽ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നവരെ ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു ഏത്തപ്പഴവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ഇതേപോലെ നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ട് പൊളിച്ച് 4ആയിട്ട് മുറിച്ചിട്ട് ചെറിയ പീസുകളാക്കി വെക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതേപോലെയാണ് മുറിച്ച് വെച്ചേക്കുന്നത്. അതും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റും കൂടി വേവിക്കുക. ആ പഴം ഒന്ന് വെന്ത് കിട്ടണം. ആ പഴം 2 മിനിറ്റ് വേകുമ്പോൾ തന്നെ ഈ പഴത്തിൻ്റെ നിറമൊക്കെ മാറി ഒന്ന് പുഴുങ്ങിയ പഴത്തിൻ്റെ കളർ വരും. ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇളക്കി വരും തോറും ഈ പാല് ഇത്തിരി വറ്റി വരികയും ചെയ്യും. ഇപ്പോൾ പഴവും വെന്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. റവയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ റവ ഇടുമ്പോൾ ഇതിനൊരു തരിപ്പും ഒരു പ്രത്യേക ഒരു സ്വാദും വരും. അതേപോലെ നമ്മുടെ ഈ പാല് ഒന്ന് കുറിയും വരും.
അപ്പോൾ റവ ചേർക്കുക, അതിനോട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുക. അപ്പോൾ നെയ്യും കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് അടിയിലും പിടിക്കില്ല, നല്ല സ്വാദുമായിരിക്കും. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇനി റവയും ഒരു 1-2 മിനിറ്റ് ഒന്ന് വേകണം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക, ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓഫ് ചെയ്യുമ്പോൾ ഇതേ പാകത്തിനായിരിക്കണം, ഒന്ന് നമ്മൾ കഞ്ഞി കോരി കുടിക്കണ പോലത്തെ പാകത്തിനായിരിക്കണം നമ്മൾ ഓഫ് ചെയ്യണം. ഒന്ന് ആറിക്കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അധികം കുറുകാൻ ഇപ്പോഴേ കാത്തിരിക്കേണ്ട, ഇതിരിക്കും തോറും കുറുകി വരും. അതുകൊണ്ട് ഈ പാകത്തിന് നമുക്കിത് മാറ്റി വെക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. പാലുണ്ട്, അരിപ്പൊടി കൊണ്ടുള്ള ഉണ്ടയുണ്ട്, പഴമുണ്ട്, നെയ്യ്, പഞ്ചസാര എല്ലാം അടങ്ങിയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു ബൗൾ കൊടുത്താൽ തന്നെ അവർക്ക് വയറും നിറയും. എല്ലാവർക്കും ഇഷ്ടവും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് കശുവണ്ടിട്ട് വറുത്തിടാം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുത്ത് സിമ്മിലിട്ടൊന്ന് വറുത്തെടുക്കുക. കരിയാതെ വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ഈ ഡിലൈറ്റ് ഒന്ന് കുറുകി വരും. എന്ത് ടേസ്റ്റാണെന്നറിയാം, അതൊന്ന് കഴിച്ച് നോക്കണം. അത് കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇപ്പം നമ്മുടെ ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഇത് കുറുകി വന്ന് കണ്ട. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ അധികം കുറുകണതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത് വെക്കണം. റവയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. ഇത് എന്ത് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികൾ പറയും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, അത്രയ്ക്കും ടേസ്റ്റാണ്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴല്ലേ അവർക്കും അറിയാൻ പറ്റുള്ളൂ. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ അടിപൊളി റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.